കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയ കേസല്ലേ? ശബരിമല സ്വർണ്ണമോഷണത്തെ സംബന്ധിച്ച ആ സ്വർണം മോഷ്ടിച്ച അമ്പലക്കള്ളന്റെ വക്കീൽ അല്ലേ? പിന്നെ അത് കിട്ടണം. അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്? ശബരിമലയിൽ നിന്ന് ദേവന്റെ പൊന്നു പൊട്ടു കട്ടുകൊണ്ടുപോയ അമ്പലക്കള്ളന്റെ അതേ അഭിഭാഷകനെ തന്നെ സർക്കാർ അഭിഭാഷകനാക്കണമെന്ന് എന്തേ കോൺഗ്രസിന് വാശി? പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല. അത് അബദ്ധം പറ്റിയതാണോ? അത് ഏതെങ്കിലും ഒരു കൈപ്പിഴയുടെ ഭാഗമായി ഒരു ടങ് സ്ലിപ്പ് എന്നതുപോലെ തിരുത്താൻ കഴിയുന്ന നടപടിക്രമമാണോ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം നടപടിക്ക് വിധേയമാകേണ്ട അങ്ങേയറ്റം കുറ്റകരമായ ദുരപദിഷ്ടമായ നടപടിയല്ലേ UDF ഗവൺമെന്റ് സ്വീകരിച്ചത്? ഇത് ക്യാബിനറ്റ് ഡിസിഷൻ ആണ്, വെറും പ്ലീഡർ നിയമനമല്ല. നമ്മുടെ മുമ്പിലുണ്ട്. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ അങ്ങനെ ഒരു പ്ലീഡർ ഇല്ലാത്തതാണ്. അപ്പോഴോ ഒരു പുതിയ പ്ലീഡർ ആ തരത്തിൽ സൃഷ്ടിക്കുന്നു. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. ആ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അത് ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. ക്യാബിനറ്റ് അപ്രൂവൽ വേണ്ടതാണ്. ക്യാബിനറ്റ് അപ്രൂവൽ വേണ്ട ഒരു ഫയല് അതെങ്ങനെയാണ് പിറവിയെടുക്കുന്നത്? ഇവനെന്തായി പറയണത്? നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എത്രയോ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായിട്ട് എത്രയോ വിവിധ ഘട്ടങ്ങളിലൂടെ ആ ഫയൽ സഞ്ചരിച്ചാൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ ക്യാബിനറ്റിലേക്കും അതിനു മുമ്പ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്കും ഒക്കെ സഞ്ചരിച്ചതിന് ശേഷമല്ലേ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടും അറിവോടും പിന്തുണയോടും കൂടെ ഈ തരത്തിൽ ക്യാബിനറ്റിന്റെ മുമ്പിൽ ഇത് ശുപാർശയ്ക്കായി അംഗീകരിക്കാൻ വരാൻ സാധ്യതയുള്ളൂ. അത് ശരിയാ. இப்படி ஒரு புத்திசாலி எம்எல்ஏவை நான் உலகத்துல பார்த்ததே இல்லடா. ആദ്യം അഡ്വക്കേറ്റ് ജനറൽ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ് ചെയ്ത അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശം നിയമകാര്യ വകുപ്പിലേക്കും നിയമകാര്യ വകുപ്പിൽ നിന്ന് നിയമമന്ത്രിയിലേക്കും എത്തണം. എന്നിട്ട് നിയമമന്ത്രി ഇത് പിന്നീട് മുഖ്യമന്ത്രി കാണാനായിട്ട് അദ്ദേഹത്തിന്റെ പട്ടിക സമർപ്പിക്കണം. പിന്നെ നിയമിക്കപ്പെടുന്നവരുടെ ആളുകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഫയൽ സമർപ്പിക്കണം. മുഖ്യമന്ത്രി ഫയൽ കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ അംഗങ്ങൾക്കും അത് സർക്കുലേറ്റ് ചെയ്യണം. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഏറ്റവും ഒടുവിൽ ക്യാബിനറ്റിലേക്ക് വരണം. ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കണം. ഇതല്ലേ ഈ നടപടിക്രമം? ഈ സുദീർഘമായ നടപടിക്രമങ്ങൾ അത്രയും ഒരൊറ്റ പേരുകാരന് വേണ്ടിയിട്ടാണ്. ആ പേരുകാരനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് അങ്ങേയറ്റം ഗൂഢാലോചന സംശയിക്കേണ്ടതാണ്. അമ്മ കേൾക്കാൻ വേണ്ടി പറയുവാ, ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. ഈ കേസ് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പല ഫയലുകളും ഇപ്പോൾ രാജിവെച്ച് താൽക്കാലികമായി കൈയോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അമ്പലക്കള്ളന്റെ അഭിഭാഷകനായി വന്ന ഈ ഇദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തുറപ്പാണ്? ഇയാളുടെ തലയ്ക്ക് ഭ്രാന്ത. വെള്ളം അടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറയുക. നമ്മുടെ മുമ്പിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നാ സാറേ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.